നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ 10ാം ക്ലാസ്സിലെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഞാൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കാണുന്നു. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, അത് ചാപ്റ്റർ നമ്പർ 4 ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 4. അതിലൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് 2 മെത്തേഡുകളിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 2 മെത്തേഡിൽ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേനും മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഓവർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേനും ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യാനും പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2x² - 3x + 5 = 0. 2x² - 3x + 5 = 0. ഇത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് അറിയാം. കാരണം ഇതിന്റെ പവർ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിനെ എങ്ങനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ഇതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് എയും ബിയും സിയും കണ്ടുപിടിക്കുക. അപ്പൊ എ എന്ന് പറയുന്നത് x² കോഎഫിഷ്യന്റ് ആണ്. a = 2, b = -3, c = 5. അപ്പൊ എയും ബിയും സിയും എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യാം. ഈ ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്നത് എല്ലാവരും മക്കൾ പഠിക്കുക. ഇത് എക്സാമിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ ബേസിക്കലി കൺഫേം ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡിലാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്നതിന് -b ± √b² - 4ac / 2a. ഇതാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. അപ്പൊ ഇതിൽ നമുക്ക് എയും ബിയും സിയും ഒക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് എഴുതിയത്. ഇനി ഇതില് വാല്യൂസ് എന്ന് അപ്ലൈ ചെയ്യുക. വാല്യൂസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഈ ഒരു റൂട്ടിനകത്ത് ഒരു ടേംസ് നമുക്ക് സോൾവ് ചെയ്ത് വെച്ചാൽ വളരെ ഈസി ആയിരിക്കും. അപ്പൊ റൂട്ടിനകത്ത് കിട്ടുന്ന ടേം എന്ന് പറയുന്നത് b² - 4ac ആണ്. അത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. ബിയുടെ വാല്യൂ എന്താണ്? -3. അപ്പൊ -3² - 4 × 2 × 5. -3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസിന്റെ സ്ക്വയർ കൺഫേം ആയിട്ട് പ്ലസ് ആണ്. 3യുടെ സ്ക്വയർ 9 - 4 2s are 8. 8 × 5 40. അപ്പൊ 9 - 40 = -31. അപ്പൊ b² - 4ac = -31 കിട്ടി നമുക്ക്. ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം കൂടെ എടുത്തിട്ട് ഈ ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -b. ഓൾറെഡി ഫോർമുലയിൽ ഒരു മൈനസ് ഉണ്ട്, നമുക്ക് ഗിവൺ ക്വസ്റ്റ്യനിൽ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ 2 മൈനസ് ചേർക്കുമ്പോൾ ദാറ്റ് ഈസ് വിൽ ബിക്കം +3 ± √b² - 4ac. b² - 4ac നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് -31 ആണ്. ഡിവൈഡ് ബൈ 2a. 2 × aയുടെ വാല്യൂ 2. 2 × 2 4. ഇനി ഇതിനെ നമുക്ക് 2 രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാം. 3 + √−31/4. അതേപോലെ 3 - √−31/4. രണ്ട് വഴി ഞാൻ പ്ലസിനെ മൈനസിനെ പ്ലസ് ഓർ മൈനസ് കിടപ്പുണ്ട്. അപ്പൊ പ്ലസിനെ തന്നെ എഴുതി, മൈനസിനെ തന്നെ എഴുതി. ഇതാണ് എക്സിന്റെ 2 വാല്യൂസ്. ഇതിന് നമ്മൾ റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. അപ്പൊ റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെയും നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറയും. നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് വെച്ചിട്ട് ആൽഫ ബീറ്റയുടെ വാല്യൂസ് എല്ലാം മുമ്പ് കണ്ടുപിടിച്ചതുപോലെ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് നമുക്ക് ഈസി ആയിട്ട് റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് -b ± √b² - b ± √b² - 4ac/2a. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്നു. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചെയ്യുക. ഞാൻ റിപ്ലൈ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമസ്കാരം.